ഒരിക്കൽ ഗരുഡൻ അഹങ്കാരത്തോടെ കൃഷ്ണനോട് ചോദിച്ചു, ഈ ലോകത്തിൽ എന്നേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ജീവിയുണ്ടോ? ഇത് കേട്ട് കൃഷ്ണൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഇത് കേട്ട് സുദർശന ചക്രത്തിനും അഹങ്കാരമുണ്ടായി. അത് കൃഷ്ണനോട് ചോദിച്ചു, സ്വാമി, ഈ ലോകത്തിൽ എന്നേക്കാൾ ശക്തിയേറിയ ഏതെങ്കിലും ആയുധമുണ്ടോ? അപ്പോൾ രണ്ടുപേരുടെയും അഹങ്കാരം ശമിപ്പിക്കാൻ കൃഷ്ണൻ ഒരു പദ്ധതി തയ്യാറാക്കി. അദ്ദേഹം ഗരുഡനെ വിളിച്ചു പറഞ്ഞു, ഹിമാലയത്തിൽ ഒരു വാനരൻ ധ്യാനിക്കുന്നുണ്ട്. അവിടെ പോയി സീതാരാമന്മാർ നിങ്ങൾക്കായി ദ്വാരകയിൽ കാത്തിരിക്കുന്നു എന്ന് പറയുക. അതിനുശേഷം സുദർശന ചക്രത്തെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് ആരെയും കടത്തിവിടരുത്. അത് ആരായാലും ശരി തടയണം. ഗരുഡൻ ഹിമാലയത്തിൽ പോയി കൃഷ്ണൻ പറഞ്ഞതിനേക്കാൾ വലിയ അഹങ്കാരത്തോടെ ഹനുമാനോട് ഇക്കാര്യം പറഞ്ഞു. ഇത് കേട്ട ഹനുമാൻ ഗരുഡനേക്കാൾ വേഗത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പറന്നുപോയി. ഇത് കണ്ട ഗരുഡന്റെ അഹങ്കാരം തകർന്നടിഞ്ഞു. കൊട്ടാരത്തിൽ വന്ന ഹനുമാനെ കണ്ട് കൃഷ്ണൻ ചോദിച്ചു, ഹനുമാൻ, കോട്ടയ്ക്ക് ആരുമില്ലായിരുന്നോ? അതിന് ഹനുമാൻ മറുപടി നൽകി, ഞാൻ വരുന്ന വഴിയിൽ നിങ്ങളെ കാണുന്നതിന് തടസ്സമായി ഒരു ചക്രമുണ്ടായിരുന്നു. ഞാൻ അതിനെ വിഴുങ്ങിക്കളഞ്ഞു. കൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹനുമാൻ ആ സുദർശന ചക്രത്തെ പുറത്തെടുത്തു. അങ്ങനെ ഹനുമാനെ കൊണ്ട് ഗരുഡനെയും സുദർശന ചക്രത്തെയും കൃഷ്ണൻ ഒരു പാഠം പഠിപ്പിച്ചു. നിങ്ങൾ ഒരു പെരുമാൾ ഭക്തനാണെങ്കിൽ നമോ നാരായണ എന്ന് കമന്റ് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.